നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ജീവിതത്തെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷകളുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ പ്രതീക്ഷകളെല്ലാം അവസാനിക്കുന്നത് പോലെ തോന്നും. നാം മനസ്സിൽ സ്വപ്നം കണ്ടതൊക്കെ ഇവിടം കൊണ്ട് തീരുകയാണെന്ന് തോന്നും. അപ്പോഴോർക്കുക, നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുമ്പോഴും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ അവസാനിക്കുന്നില്ല. നമ്മുടെ പ്രതീക്ഷകളെക്കാൾ വലുതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചിട്ടുള്ള ഉദ്ദേശവും പദ്ധതികളും. ദൈവം നിർണയിച്ച ആ പദ്ധതികളെ നിവർത്തീകരിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കാൻ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ നാം നമ്മുടേതായിട്ടുള്ള ചില കഠിനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പറയണം, കർത്താവേ, ഞാൻ പ്രതീക്ഷിച്ചതൊന്നും നടക്കുന്നില്ല, എന്നാൽ അങ്ങയുടെ പദ്ധതിക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം, പൗലോസ് ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകൾ കപ്പലിൽ യാത്ര ചെയ്യുക. എന്നാൽ കപ്പലിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആ യാത്രയിൽ വലിയ തടസ്സങ്ങളുണ്ടായി. കാറ്റടിച്ചു. 27-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അപ്പോൾ ആ യാത്രക്കിടയിൽ അവരിനി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്ന ഒരു സ്ഥിതിയിൽ അവരെത്തി. അവരുടെ മനസ്സിൽ ഇനി അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആശയെല്ലാം നശിച്ചു പോയി. അവരുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങളെല്ലാം അവസാനിച്ചു. ഇരുട്ട് മൂടിക്കിടക്കുക. എന്നാൽ അടുത്ത വചനം വായിക്കുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് അങ്ങനെ ഒരു നിരാശ തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുക, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. നോക്കൂ, എല്ലാവരും നിരാശപ്പെട്ടിരിക്കുമ്പോൾ, ഭയപ്പെട്ടിരിക്കുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ആശയും പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുമ്പോൾ ദൈവദൂതൻ പൗലോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, പൗലോസെ, നീ പേടിക്കേണ്ട എന്നല്ല, നിൻ്റെ കൂടെ ഇരിക്കുന്നവരെ നീ ധൈര്യപ്പെടുത്തുക. കാരണം നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ അതാണ് പറയുന്നത്. പൗലോസെ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പ്രതീക്ഷ അസ്തമിച്ചതുപോലെ പൗലോസിനും കൂടെയുള്ളവർക്കും തോന്നുമ്പോൾ, മറുഭാഗത്ത് ദൈവ പദ്ധതിയുള്ള ഒരുവൻ ആ കപ്പലിൽ ഉള്ളതുകൊണ്ട് ദൈവം പറയാണ്, നീ മുഖാന്തരം ഈ ജനവും രക്ഷപ്പെടും, നീയും രക്ഷപ്പെടും. കാരണം നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ വഴികളെല്ലാം അടഞ്ഞെന്ന് ചിന്തിക്കുമ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ അത് അവസാനിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല. ദൈവം നിങ്ങളെ എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ വിട്ടുകളയില്ല. അവിടെ ഇറങ്ങി വന്ന് നിങ്ങളെ സഹായിക്കും. സർവശക്തനായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലെസ് യു.